നമ്മുടെ അർജുൻ ഇപ്പോഴും മണ്ണിനടിയിലാണ് എന്ന് കരുതപ്പെടുന്നു. അത് പുഴയിലേക്ക് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് തുടക്കമാകുന്നു. പക്ഷേ അവിടെ ഇപ്പോഴും വലിയ മഴയാണ്, കാറ്റാണ്. അതെ, ഇന്നലെ അത് പ്രതിബന്ധം സൃഷ്ടിച്ചിരുന്നു അല്ലെ? ഇന്നും കാലാവസ്ഥ പ്രതികൂലമാണ് എന്നുള്ളത് ഒരു പക്ഷേ വീണ്ടും അവിടുത്തെ ഭൂപ്രകൃതി തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. 150 അടിയോളം ഉയരെ മണ്ണിടിഞ്ഞ സ്ഥലം, അതിന് താഴെ 4 വാഹനങ്ങൾക്ക് ഒരേ സമയം പോകാവുന്ന റോഡ്, മറുവശത്ത് കുറച്ച് സ്ഥലം കൃഷിയിടമെന്ന് പറയപ്പെടുന്നു. ഏതായാലും കുറച്ച് പച്ചപ്പുള്ള സ്ഥലമായിരുന്നു. അതിനപ്പുറത്തേക്ക് കുത്തിയൊഴുകുന്ന വിശാലമായ ഗംഗാവാലി നദിയാണ്. അപ്പോൾ രക്ഷാപ്രവർത്തകർ അവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. സൈന്യം ഇന്നലെ കരയിലെ തെരച്ചിലിനെ കുറിച്ച് ഇനി വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും ഇന്നലെ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള ദുരന്ത പ്രതിരോധ വിദഗ്ധർ പറയുന്നുണ്ട് കരയിൽ ഇനിയും സെർച്ച് നടത്തണം. അതായത് ആ ചായക്കട ഇരുന്നതിന് പിൻവശത്ത് തെരച്ചിൽ നടത്തണമെന്ന് പറയുന്നുണ്ട്. അവരെ കൂടി സൈന്യം പരിഗണിക്കുന്നുണ്ട്. അതായത് അഭിപ്രായം പറയാൻ അനുഭവസ്ഥരായവരുടെ ഒക്കെ കേൾക്കുന്നുണ്ട്, സൈന്യം കേൾക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ പറഞ്ഞത് സൈന്യം വിട്ടിട്ട് പോയി എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ വന്നു. പക്ഷേ സൈന്യം പോയിട്ടില്ല എവിടെയും. സൈന്യം, കരസേനയും നാവികസേനയും അവിടെയുണ്ട്. രണ്ടുപേരും ചേർന്ന് പുഴയിൽ നിന്ന് അർജുനായും മണ്ണിനടിയിലുള്ള മറ്റ് 2 പേർക്കുമായി തെരച്ചിൽ നടത്തുകയാണ്. കൂടുതൽ ഉപകരണങ്ങളൊക്കെ എത്തിച്ചുകൊണ്ടാണെന്നുള്ളതാണ്. നമ്മൾ ആദ്യം തൊട്ട് തന്നെ കേട്ടിരുന്നു ഈ മണ്ണ് ചെന്ന് പുഴയുടെ നടുക്കൊരു ദ്വീപ് പോലെ പോലും രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനടിയിൽ അവിടെ ഇന്നലെ പരിശോധന നടത്തിയിട്ട് സ്ക്യൂബ ഡൈവേഴ്സ് ഒക്കെ ആയിരുന്നു. കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കുമെന്നുള്ളതാണ്. എന്തായാലും വിവരങ്ങൾ നൽകാൻ നമുക്ക് അവിടെ നിന്ന് റിപ്പോർട്ടേഴ്സ് ഉണ്ട്, അതിലേക്ക് പോകാമെന്ന് തോന്നുന്നു അല്ലേ? കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ ഇന്നിപ്പോൾ ആരംഭിക്കും. ഗംഗാവലി നദി കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നുള്ളതാണ്. കൂടുതൽ മുങ്ങൽ വിദഗ്ധർ, റഡാറുകൾ ഒക്കെ എത്തും. ലോറി കരയിലില്ലെന്ന് സൈന്യം സ്ഥിരീകരിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം അർജുനെ കണ്ടെത്തുമെന്ന പ്രതീക്ഷകൾ നഷ്ടമായെന്ന് അർജുൻ്റെ കുടുംബം പ്രതികരിച്ചിരുന്നു. ഇന്നലെ അർജുൻ്റെ അമ്മയുടെ ഒരു വാർത്താ സമ്മേളനം. ഇനി തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല, ജീവനോട് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല. എന്ത് കേട്ടാലും ഉൾക്കൊള്ളാൻ ഞങ്ങൾ മനസ്സ് പാകപ്പെടുത്തിയെടുത്തു. 8 ദിവസമായി അവർ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാകും. ആ വേദനയുടെ ആഴമൊക്കെ നമുക്കൊരു പക്ഷെ ചിന്തിക്കാൻ പറ്റാത്തതാവും. അപ്പുറമാണ്. രഞ്ജിത്ത് ഇസ്രായേൽ ഇപ്പോൾ അവിടെ നിന്ന് പ്രതികരിക്കുന്നുണ്ട്, അതിലേക്ക് പോകാം. ഇന്ന് വൈകുന്നേരത്തെ ഉള്ളിൽ ഏകദേശം ഒരു ക്ലാരിറ്റി ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നതിൽ എനിക്ക് ലാൻഡിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ തന്നെ പറയാണ്, ഇതിപ്പോൾ ലാൻഡിൽ മണ്ണ് നീക്കിയുള്ള ലാൻഡെന്ന് കരഭാഗം ഉദ്ദേശിക്കുന്ന പുഴയുടെ കിടക്കുന്ന മണ്ണ് അത് കരഭാഗം തന്നെയാണ്. ഞാൻ വന്നപ്പോൾ പറഞ്ഞ ലാൻഡിലാണ് കൂടുതൽ ചാൻസ് ഉള്ളതെന്ന്. അത് പൂർണ്ണമായിട്ട് പരിശോധന നടന്നിട്ടില്ല. ഇപ്പുറത്തെ വശം 80% മണ്ണ് മാത്രമേ നീക്കിയിട്ടുള്ളത്. ആർക്ക് വേണേൽ കയറി നോക്കാം. ഇപ്പം സംശയം ഉണ്ടെങ്കിൽ റവന്യൂ മിനിസ്റ്ററെ ആരെ കുറ്റപ്പെടുത്താണെന്നില്ല. സംശയം ഉള്ളവരെ കയറി നോക്കാം. വേണമെങ്കിൽ കയറിയിട്ട് വീഡിയോ ഇപ്പോൾ അയച്ചു തരാം. ഇപ്പോൾ പെർമിഷൻ വീട് തന്നിട്ടുണ്ട് കയറി കാണാം. എനിക്ക് വേണ്ടത് ഇനി വെച്ചാൽ ഹൈ ഡ്രില്ലിംഗ്, ബോർവെല്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് വെർട്ടിക്കൽ ആണെങ്കിൽ ഒരു സാധനമുണ്ട്. ഈ ഡ്രില്ലിംഗ് ചെയ്യുമ്പോൾ എത്ര പാറ തുറന്നാലും മെറ്റൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് തട്ടും. നല്ല ഓപ്പറേഷൻ തീർച്ചയായിട്ടും. ഉറങ്ങാതെ ഇതൊക്കെ നമ്മൾ ഈ ഉറക്കം കാര്യങ്ങളൊന്നും ഇല്ല. കുറ്റപ്പെടുത്താം, ആർക്കാണ് കുറ്റപ്പെടുത്താം, ഒന്നും ചെയ്യാം. നമ്മൾ സിവിലിയനാണ്. ഫോഴ്സ് ഒന്നും ചെയ്ത് കണ്ടല്ലോ, ആരും കുറ്റപ്പെടുത്തുമല്ല. ഇത് മാത്രം ഉണ്ടെന്നത് എന്തായാലും മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൃത്യമായ ദിശയിൽ തന്നെ പോകുന്നത്. എന്തുകൊണ്ട് 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ 8-ാം ദിവസം എന്തോ നേവി ഒരു പാട്ട് പോലും എടുക്കുന്നില്ല, ഇതിന് എടുക്കുന്നില്ല. ഈ മണ്ണിൽ തന്നെ ഉണ്ടാകാൻ ചാൻസ് ഒരു 90% എബോ കൂടുതലാണ്. കാര്യം പറയാം, എനിക്ക് ആ ഡ്രില്ലിംഗ് മെഷീൻ ആവശ്യമാണ്. ഞാൻ പറഞ്ഞ ഒരു സാധനം വിട്ടു തന്നിട്ടില്ല. റഡാർ എന്ന് പറഞ്ഞാൽ അമ്പലപ്പറമ്പിൽ കളിപ്പാട് കൊണ്ടൊരു കാര്യമില്ല. നിങ്ങൾ കാണുന്നതാണത്. ഇവര് ഐഡന്റിഫൈ സാധനം ഈ റോക്ക് അവിടെ ഡ്രില്ല് ചെയ്ത് എല്ലാം അടി വരെ മാന്തിയിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്ത സാധനം നമ്മളെല്ലാം മാർക്ക് ചെയ്ത് അവർ മാർക്ക് ചെയ്താണ്. ആ വീഡിയോ കയ്യിലുണ്ട്. മാർക്ക് ചെയ്ത് ആരൊക്കെയാന്ന് വീഡിയോ കയ്യിലുണ്ട്. എനിക്ക് അതിൻ്റെ ഇറങ്ങി മൊത്തം പരിശോധിക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ ഒരു മാനുവൽ ചെയ്യുന്ന ആളാണ്. ഈ ഞാൻ പറഞ്ഞ ലാൻഡ് കരഭാഗത്ത് കാണാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം എന്തുകൊണ്ട് പോയി ഇത് മാറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ റിംഗ് ചെയ്ത് സയന്റിഫിക് ആയിട്ട് കിട്ടിയിട്ടില്ല. ഒരു ബന്ധുക്കളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് 2 പ്രാവശ്യം മൊബൈൽ റിംഗ് ചെയ്തിട്ടുണ്ട്. അത് പറയുന്നുണ്ട്, അന്നോട്ടാ പറയുന്നുണ്ട്. പിന്നെയുള്ള കാര്യം വെച്ചാൽ ഇത്രയും വലിയ ഒരു ഹെവി ട്രക്ക് വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ടത് സോണാറിലെ പറ്റായിട്ട് എന്തെങ്കിലും അടിയിൽ കിട്ടാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കടൽ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളോ എത്തുമ്പോൾ സുഖമായിട്ട് കിട്ടും. നമ്മൾ ഇതിനേക്കാൾ ബോഡിയാണ് മത്സ്യത്തൊഴിലാളി എടുക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സാധനം പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഒരു ഇതാണ് നമ്മൾ അത്രയും പാടുപെടുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്, രാവിലെ എണിച്ച് പോകുന്ന മഴ കൊള്ളുന്നുണ്ട്. പരിമിതി അറിയാമല്ലോ, വെള്ളം പോലും കുടിക്കാതെ നിൽക്കുന്നത്. ഓരോ ബക്കറ്റ് കോരുമ്പോഴത്തേക്കും എന്തെങ്കിലും മെറ്റൽ ഭാഗം ഉണ്ടോന്നാലും NDRF ആർമി നിൽക്കാൻ കൂടുതൽ അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഞാൻ കൃഷ്ണദാസും വേറെ NDRFിന്റെ ഓഫീസിലെ വേറെ ആളും കൂടെയാണ് നിൽക്കുന്നത്. നിങ്ങൾ അവിടെ കാണുന്നുണ്ട്, കണ്ടെന്ന് മനസ്സിലാക്കുന്നേ. അവിടെ നിന്ന് വേറെ സ്വല്പം വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല, ആ സമയമൊന്നുമില്ല. പിന്നെ ഇന്നെനിക്ക് വേണ്ടത് ഒരു ബോറിംഗ് മെഷീനാണ്. എങ്ങനെ ബോറിംഗ് മെഷീൻ എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഡ്രില്ല് ചെയ്യാനുള്ള സാധനമുണ്ട്. വെർട്ടിക്കൽ മോളിൽ നിന്ന് നമുക്ക് എത്ര ദൂരം വേണം താഴെ പോകാം. ഈ കരഭാഗം അങ്ങ് വരെ കൊണ്ടുപോയി ആ ബാങ്ക് ഷോറെല്ലാം ഈ കരഭാഗത്ത്, അതായത് പുഴയുടെ വശത്ത് ചേർന്ന് കിടക്കുന്ന കരഭാഗം പോലും
ഇതിന്റെ തട്ടലുണ്ടെങ്കിൽ മറ്റൊരു തട്ടുമ്പോഴത്തേക്ക് തിരിച്ചറിയാൻ പറ്റും. പാറ തുറന്ന് മാക്സിമം പോകാൻ പറ്റും. എത്ര ഡീപ്പായിട്ട് അറിയാലോ. ഈ മെഷീൻ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. കാരണം നമുക്ക് ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരിമിതം അറിയാം, ഇന്റർഫിയറൻസ് ഉണ്ട്. ആരെയും വല്ലാണ്ട് വെറുപ്പിക്കുന്നില്ല. വലിയ ബക്കറ്റ് വേണം, കോരി മാറ്റാൻ വേണം. അത് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട പണി 2 ദിവസം. ഞാൻ 5-ാം ദിവസം 3 മണിക്കാണ് അവിടെ എത്തുന്നത്. അറിയാം, വന്നപ്പോൾ തടഞ്ഞ് കളക്ടറുടെ സ്പെഷ്യൽ വീണ്ടും ഓർഡർ എടുത്ത് SP കണ്ട് ഒരുപാട് സമയം നഷ്ടപ്പെടുകയാണ്. 5-ാം ദിവസമാണ് എത്തുന്നത്. ഇവരെല്ലാം മാനിപ്പുലേഷൻ നടത്തിയിട്ട് ഇതിന്റെ കാര്യങ്ങളൊന്നും വ്യക്തമായി ചിത്രം ആ സമയത്ത് വീഡിയോ പോലും തരുന്നില്ല. എന്താണ് അതിന്റെ അറിയാം, എന്ത് മണ്ണാണ് കോരി ഇട്ടെന്ന് എനിക്ക് അറിയത്തില്ല. മണ്ണാണ് കോരി ഇട്ടത്. എപ്പോഴും ഇടപെടൽ നടക്കുന്നു. നമ്മൾ ക്ഷമ കരുതി അങ്ങ് നിൽക്കുകയാണ്. മാക്സിമം ക്ഷമിച്ച് നിൽക്കുന്നത്. എനിക്ക് വേറെ ഒന്നുമില്ല. വേറെ ചെയ്യോ പിടിക്കോ, എനിക്ക് വേണ്ട ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാ. അല്ല ഇവിടെ ഈ കയറി ഇടിക്കാൻ പോകുന്നത് ഫോറസ്റ്റിന്റെ ലാൻഡോ അല്ലെങ്കിൽ ഇവരുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഒന്നും അല്ല നടക്കുന്നത്. ജസ്റ്റ് ഒരു ആ സംഭവം നടന്ന റോഡ് സൈഡ് തന്നെയുള്ള ഇത് ഡെബ്രി സ്ഥലം മാറ്റുന്നത്. ഇവർ പറഞ്ഞാൽ ചുമ്മാ എന്ത് മണ്ണ് മാറ്റി അങ്ങനെ പോകാൻ പറ്റത്തില്ല. ക്ലീൻ ആയിട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണം. നമുക്ക് ക്ലിയർ ഔട്ടായിട്ട് ചാൻ ചെയ്തു പോകാം. ഇപ്പൊ എന്റെ ഒരു ഐഡിയൽ പ്രകാരം ഇത് ബോറിംഗ് മെഷീൻ വെച്ച് കംപ്ലീറ്റ് ആ ബോറിംഗ് മെഷീൻ കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ പിന്നെ നദീ തീരത്തോളം എല്ലാം കംപ്ലീറ്റ് ഔട്ടാൻ പറ്റും. ഉറപ്പാണ്. കാരണം ഫാസ്റ്റ് ആയിട്ട് ഡ്രില്ല് ചെയ്യും. നല്ല ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ ഓപ്പറേറ്റർ കൂടെ ഞാൻ നിൽക്കും. ഓപ്പറേറ്റർ ആണെങ്കിൽ മെറ്റൽ തട്ടുന്ന ലോറി അവിടെ അത്രയും വലിയ എന്തായാലും മെറ്റലേക്ക് തട്ടും. അല്ലെങ്കിൽ ഇത് മറ്റേ വുഡ് ലോഗൺ തട്ടും. അതിന് വുഡ് ലോഗാണ് കറക്റ്റ് മണം കിട്ടും. തീർച്ചയായിട്ടും ആ ഏരിയ ഫുള്ള് കവർ ചെയ്യാൻ പറ്റും. എനിക്ക് കോപ്പറേഷൻ കിട്ടുന്നില്ല. ഞാൻ ഒരു സിവിലിയൻ ആണ്. എനിക്ക് ഓർഡർ പറയാ ഇതില്ല. കാരണം NDRF കമാൻഡർ അല്ല, ആർമി കമാൻഡർ അല്ല. ഇന്നലെ രാത്രി പരിമിതി എന്നാൽ മാക്സിമം ഞാൻ വർക്കൗട്ട് ചെയ്യുകയാണ്. ഞാനത് കുറ്റപ്പെടുന്ന കുറെ പേര് കുറ്റപ്പെടുന്നു മലയാളത്തിൽ, ഈ മലയാളികളായിട്ടുള്ള അവർക്ക് നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ്റും തോന്നുന്നു. ആശ്മിച്ചാൻ തോന്നുന്നുണ്ട് അവിടെ. എനിക്ക് ഈ കുറ്റപ്പെടുന്ന പലരും കിടന്ന് കുറ്റപ്പെടുന്നത്. ഇതൊന്നും മരിക്കാൻ തൊണ്ട ഇടറി നിൽക്കുകയാണ് ഇവിടെ ചെയ്യുന്ന. ജയ്തിന്റെ പിന്നെ അർജുന്റെ കുടുംബത്തെ അറിയാം. അവരുടെ പ്രദേശമുണ്ട്. നമ്മൾ അവർ ഡയറക്റ്റായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പോലീസിന് ഇന്റർഫിയറൻസ് ഉണ്ട്. എനിക്ക് ആവശ്യമുള്ള മിഷൻസ് ഇതുവരെ വിട്ടു തന്നിട്ടില്ല. എനിക്ക് വരും ഇപ്പൊ ഒരു 4 എച്ചാച്ചി വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 2 പോകും. വീണ്ടും തൊണ്ട അല്ലറി പറയുമ്പോഴത്തേക്ക് 2 വരും. പിന്നെ വീണ്ടും 1 പോകും. പണി പാസ് നടക്കുന്നില്ല. 1 മണിക്കൂറിലെ പോലീസ് തടസ്സപ്പെടുത്തി കോംപ്രമൈസ് ആക്കിയത്. ഞാൻ മാക്സിമം താഴെ എനിക്ക് വേണ്ട കോപ്പം ഒന്നും വേണ്ട. പല രീതിയിലുള്ള പ്രലോഭനം അല്ലാതെ ഇവിടെ മാറ്റാൻ വരുന്നുണ്ട്. അതെന്താന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്താന്നുള്ളത് അതും വൈകിട്ടത്തെ ക്ലിയർ ആക്കും. ഒന്നും പോത്തിന്റെ പേര് പറയാനല്ല, കൃത്യം എവിഡൻസോടെ പറയത്തുള്ളൂ. എനിക്ക് വേണ്ട ഇപ്പം വേറെ ഒന്നുമല്ല, ആ ഡ്രില്ലിംഗ് മെഷീൻ അറ്റ്ലീസ്റ്റ് ഒരു ബോർവെൽ അടിക്കുന്നത്. അതിവിടെ ഇഷ്ടം പോലെ ഉണ്ട് കർണാടകയിൽ. അതിപ്പോ കമാൻഡ് പെട്ടെന്ന് എത്താൻ പറഞ്ഞു NDRFന്റെ പുള്ളിയായിട്ട്. എനിക്ക് അല്പം വിശ്വാസമുള്ള NDRFന്റെ കമാൻഡിംഗ് ഓഫീസർ മാത്രമേ ഉള്ളൂ. രാത്രി കളക്ടർ അടക്കമുള്ളവരെ കണ്ടില്ലേ? ഇല്ല കണ്ടില്ല. ഇത് കിട്ടില്ല, കാണാൻ പോകുന്നില്ല കാണാൻ പോകില്ല. അപ്പൊ സബ് കളക്ടർ പട്കാലി SDM സബ് കളക്ടർ പുള്ളിക്കാർ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആവശ്യം എനിക്ക് NDRFന് പറയാൻ കൂടുതൽ താല്പര്യം. എനിക്ക് ഇവിടുത്തെ അതോറിറ്റി വനിക്കാൻ പറഞ്ഞില്ല. ആരും വെറുപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഇല്ല. എനിക്ക് കണ്ടത് എന്താണ് ഇൻസിഡന്റ് എല്ലാവരും പറഞ്ഞു റെസ്ക്യൂ. എനിക്ക് ആ കുടുംബത്തോട് ഒരിക്കലും തുടക്കത്തിൽ പറയാൻ പറ്റത്തില്ല. അർജുൻ പോയിട്ടുണ്ട് റെസ്ക്യൂ. ഞാൻ അറിയുകൊണ്ട് തന്നെ റെസ്ക്യൂ എന്ന് പറഞ്ഞു. എനിക്ക് ആരും വിഷമിക്കാൻ പറ്റില്ല. മനസ്സിലായില്ല. നമ്മൾ റിക്കവറി ആണെങ്കിൽ റെസ്ക്യൂ എന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടല്ലോ. സ്ത്രീകളാണ് ചിലപ്പോൾ പെട്ടെന്ന് ഇതാവും 7 ദിവസം കഴിയുന്നത്. എനിക്ക് ആ ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മാത്രം അർജുനന് സംഭവിച്ച് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. എന്താണ് ഹൈഡ് ഔട്ട് ചെയ്യുന്നത്? ഇതിനാണ് നമ്മളിങ്ങനെ പോലീസ് അധികാരി നമ്മളെ അവരുടെ ഒരു വെള്ളം പോലും കുടിക്കുന്ന, അവർ അക്കോമഡേഷൻ എടുക്കുന്ന, അവർ ഫുഡ് പോലും എടുക്കുന്നില്ല. നമ്മൾ സംഘ പ്രവർത്തകർ ഇങ്ങനെ അവർക്കൊരു ശല്യം ചെയ്യുന്നില്ല. ആ പ്ലേസിൽ വളരെ സേഫ്റ്റി എല്ലാ സേഫ്റ്റി ധരിച്ചാണ് നിൽക്കുന്നത്. അവർ പോലീസുകാർ ഉപയോഗിക്കുന്ന സേഫ്റ്റി ആയിട്ടുള്ള മാനേഴ്സും സെർച്ച് ആൻഡ് റെസ്ക്യൂവിന്റെ എല്ലാ മാനദണ്ഡം ചെയ്തിട്ടുമാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ആവശ്യം ഈ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ നദീതീരത്തുള്ള കരഭാഗം തീരും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ 100% വിശ്വസിക്കുന്നത്. ാണ് അവിടെ നിന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായും രഞ്ജിത്ത് തുടക്കം തൊട്ട് തന്നെ പറഞ്ഞുണ്ടല്ലോ കൃഷ്ണൻ അല്ലേ? കാരണം ട്രക്കും അർജുനും വെള്ളത്തിൽ പോയിട്ടില്ല എന്നാണ് രഞ്ജിത്ത് തുടക്കം തൊട്ട് തന്നെ പറയുന്നത്. ഇപ്പോഴും അത് ആവർത്തിക്കുകയാണ്. പക്ഷേ ഡ്രില്ലിംഗ് മെഷീൻ വേണ്ടി വരും. എനിക്ക് ആഴത്തിലേക്ക് അത് ആ മെഷീൻ ഉപയോഗിച്ച് നോക്കിയാൽ മെറ്റൽ ഉണ്ടെങ്കിൽ അവിടെ അത് തട്ടി നിൽക്കും. അപ്പോൾ ഉറപ്പിക്കാനാകുമെന്ന പ്രതീക്ഷ. ഒരു പുതിയ കൺസെപ്റ്റ് മീൻസ് രഞ്ജിത്ത് ഇതുവരെ ഈ രക്ഷാപ്രവർത്തനത്തിൽ കേട്ടിട്ടില്ലാത്തൊരു കാര്യം പറയുന്നു. മാത്രമല്ല എനിക്ക് ആ കുടുംബത്തോട് പറയാനുള്ളത് അർജുൻ ഇപ്പോഴും തിരിച്ചു വരും എന്ന പ്രതീക്ഷ തന്നെയാണ്. അല്ലാതെ അർജുൻ പോയി എന്ന് പറയാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. രക്ഷാപ്രവർത്തകന് പറയാൻ പറ്റുന്ന ഏറ്റവും പോസിറ്റീവായ കാര്യം ലോറിയുടെ എത്ര ദിവസമായി ഓൾക്ക് സ്ഥിരം അറിയണല്ലേ. രാവിലെ തുടങ്ങുന്ന നിങ്ങളായാലും നമ്മളായാലും ഈ ഒരു സംഘർഷമാണ് പ്രശ്നം. ഇന്നലെ ഇല്ലാത്ത ഒരു റെസ്ട്രിക്ഷൻ ആണെന്ന് രാവിലെ ഇല്ല. ഞങ്ങളൊക്കെ ഇവിടെ തടഞ്ഞിരിക്കണം, അങ്ങോട്ട് വിടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഓരോ ദിവസം തോറും അവിടെ എത്ര മറച്ചു പിടിക്കാൻ എന്താ ഉള്ള അവിടെ? ടൈം ആകുമ്പോ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അതെ, ഇതിലെന്താ പറഞ്ഞു കഴിഞ്ഞാല്
വേറൊരു വിവാദവും ആരും ചെയ്യരുത്. ഒരു കാര്യം എനിക്ക് പറയാൻ, ഇതിനെ പല സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ മാധ്യമപ്രവർത്തകരാക്കിയിട്ട് ഇവിടുത്തെ കാലാവസ്ഥകൾ കാണില്ല, ഈ കാറ്റും ഈ തണുപ്പും ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇതിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പല ആൾക്കാരും കുറ്റം പറയേണ്ടി ഈ കൂട്ടത്തിലുള്ള ആളുകളെ. ശരിയാണ്, നമ്മൾ ഇടത്തെ ഭാഗത്ത് മണ്ണ് തെരഞ്ഞു കിട്ടിയില്ല, എന്താ ചെയ്യുക? നമ്മൾ സാധാരണക്കാരനല്ലേ, നമുക്ക് അതിന് മാത്രം ടെക്നോളജി ബുദ്ധിയൊന്നും ഇല്ലല്ലോ. നമ്മൾ എഞ്ചിനീയർമാരോ അല്ലെ ശാസ്ത്രജ്ഞന്മാരോ ഒന്നല്ലല്ലോ. ഇടത്തെ ഭാഗത്ത് നോക്കി കിട്ടിയില്ല, വലത്തെ ഭാഗത്ത് നോക്കണം. അതിനെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. വലത്തെ ഭാഗത്ത് തപ്പാണ്. നിങ്ങളിപ്പോ കളക്ടർ അടക്കമുള്ളവരെ ആയിട്ട് ഇന്നലെ രാത്രി എപ്പോഴെങ്കിലും സംസാരിച്ചു? ആരെങ്കിലും ഏതെങ്കിലും അതോറിറ്റി ആയിട്ട് സംസാരിച്ചോ? അതോറിറ്റികളായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ലെറ്റർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണ്, അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിരിക്കണ്. തിരയാനുള്ള അപേക്ഷ തയ്യാറാക്കാൻ തന്നെ ടൈം എടുക്കും. അത്രയും ആളെ അഡ്രസ്സ് പേര് ഒക്കെ എഴുതണം, ഒക്കെ റെഡിയാക്കുക. അതൊന്നും എഴുതാൻ നമുക്ക് വേറെ ആരും ഇല്ല, നമ്മൾ തന്നെ ചെയ്യണമല്ലോ ഇതൊക്കെ. അതിൻ്റെ ഒരു പോരായ്മ സ്പീഡ് കുറവ് അത് ഉണ്ടാവുമല്ലോ. അന്യനാട്ടിൽ എവിടെ സ്റ്റാമ്പ് പേപ്പർ കിട്ടാന്ന് അറിയില്ല നമുക്ക്. പല വരും. ഇനി കേരളത്തിൽ നിന്ന് ആരും ദയവ് ഇത് വരില്ലേ, അതിന് താങ്ങാനുള്ള നമുക്ക് കപ്പാസിറ്റി ഇല്ല ഇവിടെ. ഞാൻ അതെ ഞാൻ ഓരോരുത്തരും കിടത്തി ഉറക്കിയിട്ട് ഉറങ്ങാൻ വരെ സമയം കിട്ടുന്നില്ല. അപ്പൊ ഇനി വരരുത്, ഈ ആള് മതി. കാരണം 25 ആക്കേ ഉള്ളൂ, ഈ 25 ആളെ മാത്രമേ ഇവർ കയറ്റുള്ളൂ. അതിൽ തന്നെ ഇവർ രഞ്ജിത്ത് ഇസ്രായേല് ഓൾറെഡി എത്ര ദിവസമായി ഓരോ കൂടെ നടക്കണ്. ഓരോ ദിവസവും ഡെയിലി രാവിലെ ഇയാളെ ഉള്ളിൽ കയറ്റാൻ നമ്മളിങ്ങനെ കച്ചറ ഉണ്ടാക്കണം. അതാണ് സതീഷ് കൃഷ്ണസേൽ MLA പറയുന്നത് എല്ലാ സഹകരണങ്ങളും ഉറപ്പാണ്, തെരച്ചിൽ തുടരും. ഈ 3 പേരെ കുറിച്ച് ഒരു കൃത്യമായ വിവരം കുടുംബത്തിന് കൈമാറിയിട്ട് ഞങ്ങൾ മടങ്ങുള്ളൂ എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ രാവിലെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ. പിന്നെ കർണാടക മീഡിയയിലൊക്കെ വരുന്നത് ഇത് എന്തോ കേരളക്കാര് ഓരോ അപമാനിക്കാൻ തുടങ്ങി, അങ്ങനെ നമ്മൾ ആരെങ്കിലും ചെയ്തിക്കണോ? നമ്മളെ കുട്ടീനെ അവിടുന്ന് കഴിച്ചിലാക്കി കൊണ്ടുപോകാനല്ലേ നോക്കണുള്ളൂ. ഇവർക്ക് മനസ്സിലാവൂലോ അവിടെ ആ വീട്ടിലിരിക്കുന്ന ഓരോ വിഷമം. ആ ഓരോ വിഷമാണ് എന്താവുന്നത്, ഓരോ മലയാളിയും ഇവിടേക്ക് എത്തിപ്പോണത്. ആരും ഇവിടെ വേറൊരു എന്താ പറയാ പേഴ്സണൽ ലാഭം ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഒരാളതിൻ്റെ ഉള്ളിൽ കിടന്നു. ഇപ്പൊ ആ വീട്ടുകാര് പറയുന്നു എന്താ പറയാ ബോഡിയെങ്കിലും കിട്ടിയാൽ മതി. ഈ ദയനീയ അവസ്ഥയിലാണ് നിൽക്കണേ. ഇത്രയും ദിവസം നമ്മളെല്ലാരും എന്താ പ്രതീക്ഷിച്ചത്, എങ്ങനെ ജീവനെയും കിട്ടിയാൽ മതി. ഓട്ടെ ഇനി ബോഡിയും കിട്ടിയാൽ. ഇതിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ വണ്ടിയിലുണ്ടോ, വണ്ടിക്ക് പുറത്തായിനോ? എനിക്ക് നല്ലൊരു സംശയമുണ്ട് വണ്ടിക്ക് പുറത്തായിനോന്നുള്ളത്. ഇനി പറയാലോ, ആ വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിൽ വെച്ചൊരു കാര്യമാണ്. ചിലപ്പോൾ വണ്ടിക്ക് പുറത്തായിരിക്കും. ഇത് നമ്മൾ മാറ്റി മാറ്റി പറയുന്നത് ആണെന്ന് ആരും വിചാരിക്കരുത്. നമ്മളെ ടെൻഷൻ കൊണ്ട് എന്താവുകയാണ്, ഇതിങ്ങനെ മാറി വരികയാണ്. ഇപ്പൊ വിടുന്നില്ല. ഇനി ആരൊക്കെ പോലീസുകാരോ കയ്യും കാലും പിടിച്ചിട്ട് വേണം ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറാൻ. മൂപ്പർക്ക് പുതിയ ഐഡിയകളൊക്കെ ഉണ്ട്. കാരണം തന്നെ മൂപ്പര് ശ്രമിക്കുന്നുണ്ട്. ആ രഞ്ജിത്ത് ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. കാരണം റിസ്കിന്റെ മുകളിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ പല രൂപത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. ഇപ്പൊ ഒരു ബോഡി കിട്ടിക്കുന്നു. ഇനി ഞാൻ അതും പറയാം. ഇപ്പൊ ഒരു ബോഡി കിട്ടിക്കുന്നു, ഇപ്പം കിട്ടിക്കുന്നു അവിടുന്ന് മുകളിൽ നിന്ന്. അതിന്റെ ഭാഗമാണ്. പ്ലീസ് ഈ ആംബുലൻസിനെ വഴി വിടും. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ബോഡി ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് കുറച്ച് മുകളിലായി കിട്ടി എന്നുള്ള കാര്യമാണ്. പ്രതീക്ഷ കൈവിട്ട മട്ടിലാണ് മനാഫിന്റെ പ്രതികരണം. കാരണം മനാഫ് പറയുന്നത് ഇപ്പോൾ ലോറിക്കുള്ളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ധരിക്കുന്നത് എന്തിനാ, പുറത്തുണ്ടാവാം അർജുൻ എന്നാണ്. അങ്ങനെയും സംഭവിച്ചുകൂടായികയിൽ ഇല്ല. ഇപ്പോൾ ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു വശം, മഴ 2 ദിവസമായി പെയ്യുന്നുണ്ട്. ഇനിയും മണ്ണിടിച്ചിലിന് ഒരു പക്ഷേ സാധ്യതയുണ്ട് അല്ലേ? ഈ ജീവനുകൾ അപായപ്പെടുത്താൻ ഒരു പക്ഷേ ഈ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈന്യം അടക്കം തയ്യാറാകാത്തതുകൊണ്ടാകാം ഇന്ന് മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല എന്ന് പറയുന്നു. ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലും ഒപ്പം തന്നെ ലോറി ഉടമ മനാഫിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. പക്ഷെ 3 പേരെ കാണാതായിട്ടുണ്ട്. മണ്ണിനടിയിൽ 3 പേരുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ രഞ്ജിത്ത് ഇപ്പോഴും ലോറിക്കുള്ളിലായിരിക്കുമെന്നും
അവിടെ ഓക്സിജൻ ഉണ്ടെന്നും അതെ. ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമെന്നും ജീവൻ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്നും ഒക്കെ പ്രതീക്ഷിക്കാനാകും മലയാളികൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ എങ്ങനെ റിങ് ചെയ്ത് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉയരുന്നു. നമുക്ക് ആനന്ദിലേക്ക് ഒന്ന് പോയാലോ. ആനന്ദ് ഞങ്ങളിവിടെ കേട്ടത് അതായത് ഒരു ബോഡി മുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് മനാഫ് പറഞ്ഞു നിർത്തുന്നതാണ്. എന്താണ് രഞ്ജിത്ത് ഇസ്രയേലും മനാഫും പറഞ്ഞത്?